Hi students, welcome back to the channel. ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7th ഇംഗ്ലീഷ് ചാപ്റ്ററായ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ടെറ്റ്സുക്കോ കുരിയോനാഗിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ ഹോട്ട് സ്പ്രിംഗ്? അപ്പോൾ ഹോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ചൂടാണ്. സ്പ്രിംഗ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചൂടുള്ള ഒരു നീരുറവയാണ്. അതായത് ഭൂമിക്കുള്ളിലെ ചൂട് കൊണ്ട് ചൂടാകുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടർ, അതായത് ഭൂമിക്കടിയിലുണ്ടാവുന്ന വെള്ളം ഭൂമിയുടെ മുകളിലോട്ട് വരുന്ന നീരുറവയായിട്ട് പുറത്തോട്ട് വരും. ചൂടുള്ള ഒരു നീരുറവയായിട്ട് പുറത്തോട്ട് വരും. അതിനെയാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറലായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടുവരാറുണ്ട്. ഓക്കെ, കഥ വായിക്കാം. Summer vacation came to an end and the day of the trip to the hot spring resort finally arrived. സമ്മർ വെക്കേഷൻ കെയിം ടു എൻ എൻഡ്, അതായത് വേനൽക്കാല അവധിക്കാലം അവസാനിച്ചു. ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് എന്ന് വെച്ചാൽ ട്രിപ്പിനുള്ള, അതായത് യാത്ര പോകാനുള്ള ദിവസം അവസാനം വന്നെത്തി. ഫൈനലി അറൈവ്ഡ്. എവിടേക്കാണ് ഇവർ യാത്ര പോകുന്നത്? ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട്, അതായത് ഈ ചൂടുള്ള നീരുറവ കാണപ്പെടുന്ന ഒരു റിസോർട്ടിലോട്ടാണ് പോകുന്നത്. റിസോർട്ട് എല്ലാവർക്കും അറിയാലോ. For the students, it was the most important event at Tomoe. അപ്പോൾ കുട്ടികൾക്ക് തോമോയെ എന്ന സ്ഥലത്തിൽ, ജപ്പാനിലുള്ളൊരു സ്ഥലമാണ് തോമോയെ. ഈ സ്ഥലത്തെ കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ട്രിപ്പ് പോവാന്നുള്ളത്. The trip was to a seaside school at a place called Toi on the Izu Peninsula in Shizuoka. എവിടത്തേക്കാണ് ഈ ട്രിപ്പ്? ദ ട്രിപ്പ് വാസ് ടു എ സീസൈഡ് സ്കൂൾ. കടൽ തീരത്തുള്ളൊരു സ്കൂളിലേക്കാണ് ഈ ട്രിപ്പ്. ഈ സ്കൂൾ എവിടെയാണുള്ളത്? സ്കൂളുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ടോയ്. ഈ ടോയ് എന്ന സ്ഥലമുള്ളത് ഇസു പെനിൻസുല ഇൻ ഷിസുവോക്ക. അപ്പം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഷിസുവോക്കയിലുള്ളൊരു സ്ഥലമാണ് ഇസു പെനിൻസുല, അവിടെയുള്ളൊരു സ്ഥലമാണ് ടോയ്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നില്ലേ കേരളത്തിലുള്ളൊരു സ്ഥലമാണ് എറണാകുളം, എറണാകുളത്തുള്ളൊരു സ്ഥലമാണ് കൊച്ചി, അങ്ങനെ പറയുന്ന പോലെ എടുത്താൽ മതി. ഓക്കെ, ഇതിന് അത്ര സീരിയസ് ആയിട്ട് എടുക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ സ്ഥലത്തിൻ്റെ പേരുകളാണ്. ഇതൊന്നും കേട്ട ആരും പേടിക്കണ്ട. അപ്പോൾ ഈ കുട്ടികൾ ഇതുവരെ നമുക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കുട്ടികളുടെ വേനൽ അവധിക്കാലമൊക്കെ കഴിഞ്ഞു. അവരൊക്കെ ഒരു ട്രിപ്പ് പോവാണ്. എവിടെ? ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലോട്ട്. ഈ റിസോർട്ടുള്ളത് എവിടെയാണ്? ഒരു കടൽ തീരത്തുള്ള ഒരു സ്കൂളിൻ്റെ അവിടെയാണ്. ആ സ്ഥലം ടോയ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, there was a hot spring right in the sea where the children could both swim and take a hot bath. ഇനി ഇവിടെയാണ് കാര്യം വരുന്നത്. ഈ കടലിനകത്ത് എന്താ ഉള്ളത്? ഒരു ചൂടുള്ള നീരുറവയുണ്ട്. അതായത് കടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ചൂട് വെള്ളം വരുമായിരുന്നു നാച്ചുറലായിട്ട് ഭൂമിക്കടിയിൽ നിന്ന്. where the children could both swim and take a hot bath. ഇവിടെ കുട്ടികൾക്ക് നീന്താനും സാധിക്കും, ചൂട് വെള്ളത്തിൽ കുളിക്കാനും പറ്റും. ഓക്കെ, The trip would last 3 days and 2 nights. ഈ യാത്ര നീണ്ടു നിൽക്കുന്നത് 3 ദിവസവും 2 രാത്രികളുമാണ്. One of the students' father had a vacation home there, where all 50 of the Tomoe students from the 1st to 6th grade could stay. അപ്പോൾ one of the students' father, ഈ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ അച്ഛന് had a vacation home there, അവിടെ ഒരു അവധിക്കാലത്ത് താമസിക്കാൻ പറ്റുന്ന പോലുള്ളൊരു വീടുണ്ടായിരുന്നു. where all 50 of the Tomoe students from 1st to 6th grades could stay. അതായത് 1ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് വരെയുള്ള 50 തോമോയി സ്റ്റുഡൻസിന് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഈ ഒരു കുട്ടിയുടെ അച്ഛനുള്ള ആ ഒരു അവധിക്കാല വീട്ടിൽ, അതായത് ഒരു വെക്കേഷൻ ഹോമിൽ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. ഇനി നമ്മളിവിടെ ഒരു കുട്ടീൻ്റെ കാര്യം പറയുകയാണ്. ടോട്ടോ ചാൻ എന്ന കുട്ടിക്ക് അവളുടെ അമ്മ അവളെ പോകാൻ അനുവദിക്കുമോ എന്ന് അറിയില്ലായിരുന്നു. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? അപ്പോൾ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ഈ ട്രിപ്പിന് പോയിക്കോട്ടെ? ഷീ ആസ്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പോൾ ഷീ ആസ്ഡ് ഹെസിറ്റൻ്റ്ലി എന്ന് വെച്ചാൽ മടിച്ച് ഹെസിറ്റൻ്റ് ആവാന്ന് വെച്ചാൽ മടിച്ച്. അപ്പോൾ ഈ കുട്ടി അങ്ങനെ മടിച്ച് ചോദിക്കും, അമ്മേ ഞാൻ ഈ ട്രിപ്പിന് പോയിക്കോട്ടെ? But her mother had already got the headmaster's letter and made up her mind to let Toto Chan go. പക്ഷേ അവളുടെ അമ്മയ്ക്ക്
ഇതിനു മുമ്പ് തന്നെ ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്നുള്ള കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കുട്ടിയെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കത്ത് അമ്മയ്ക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ എന്തായിരുന്നു മുൻപ് തന്നെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ടോട്ടോച്ചാനെ നമുക്ക് പോകാൻ അനുവദിക്കാമെന്ന്. അതുകൊണ്ട് അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അടുത്തതാണ് Now then, said the headmaster when they had all assembled to start the trip. We are travelling by train and by ship, and I don't want any of you to get lost. Do you understand? All right, off we go. അപ്പോൾ നമ്മൾ സ്കൂളിലായാലും ടൂറൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ് ടീച്ചറോ അല്ലെങ്കിൽ നമ്മുടെ ടൂർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ടീച്ചേഴ്സൊക്കെ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുമല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യരുത്, അങ്ങനെ ഒന്നും അവിടെ ഇവിടെ നടക്കരുത്, നിങ്ങളെ കാണാതായ നമ്മൾക്കാണ് പ്രശ്നം, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ പറയുമല്ലേ. അതുപോലെ തന്നെ ഈ കുട്ടികളോട് ഹെഡ് മാസ്റ്റർ എന്താ പറയുക? Now then, said the headmaster when they all had assembled to start the trip. Assembled എന്ന് വെച്ചാൽ ഈ ഹെഡ് മാസ്റ്റർക്ക് ചുറ്റും ഇവർ കൂടിച്ചേർന്നു നമ്മുടെ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പ്. We are travelling by train and by ship. നമ്മൾ യാത്ര ചെയ്യുന്നത് തീവണ്ടിയിലൂടെയും ഷിപ്പിലൂടെയും ഒക്കെയാണ്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. എനിക്ക് നിങ്ങളിൽ ഒരാൾ പോലും കാണാതാവരുത് എന്ന് ഉണ്ട്. അതായത് നിങ്ങളിൽ ഒരാൾ പോലും കാണാതാവുന്ന ഒരു സ്ഥിതി വരരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. ഓക്കെ, നമുക്ക് പോവാം. ദാറ്റ് വാസ് ദി ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. അതായിരുന്നു ആകെ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നിർദ്ദേശം. യെറ്റ് ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. ഈ ഒരു നിർദ്ദേശം മാത്രമേ ഈ ഹെഡ് മാസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും കുട്ടികൾ വളരെ മനോഹരമായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ഒരു മോശം സ്വഭാവം കാണിക്കാതെ മര്യാദയോട് കൂടിയിട്ടാണ് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിരുന്നത്. ഓക്കെ, അമേസിംഗ്ലി well behaved. Nobody ran up and down the cars, and the only talking was done quietly among those sitting next to each other. Nobody ran up and down the cars. അതായത് ഈ വണ്ടിക്കുള്ളിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആരും ഓടിക്കളിച്ച് ഒരു രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിരുന്നില്ല. And the only talking was done quietly among those sitting next to each other. ഈ കുട്ടികൾ ആകെ സംസാരിച്ചിരുന്നത് മെല്ലെ, അതായത് ചെറിയ ശബ്ദത്തിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളോട് മാത്രമായിരുന്നു മെല്ലെ സംസാരിച്ചിരുന്നത്. അതായത് ഇവർ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കിയിട്ട് ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല കുട്ടികളായിട്ടായിരുന്നു ട്രിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. The Tomoe pupils had never been actually told how to behave in public. ഇനി പ്യൂപ്പിൾ എന്ന് വെച്ചാൽ എന്താ? ഇവിടെ സ്റ്റുഡൻസിനെ, നമ്മുടെ തോമോയിലെ സ്റ്റുഡൻസിനെയാണ് ഇവിടെ പ്യൂപ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ തോമോയെ സ്കൂളിലെ കുട്ടികൾ ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്. ഈ കുട്ടികളോട് ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു പബ്ലിക് പ്ലേസിൽ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊന്നും ഈ കുട്ടികളെ ആരും പഠിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് somehow their school life had instilled into them the basics of decency and good behavior. പക്ഷേ ഇവരുടെ ഈ സ്കൂൾ ജീവിതം ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലേക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏത്? ബേസിക്സ് ഓഫ് ഡീസൻസി, അതായത് മര്യാദയുടെ ബേസിക്സ് എന്ന് പറയാം. നമുക്ക് എങ്ങനെ ഒരു പുറത്ത് പോയാൽ എങ്ങനെ മര്യാദയ്ക്ക് പെരുമാറണം, ഇതൊക്കെ ഇവരുടെ ഈ സ്കൂൾ ജീവിതത്തിൽ നിന്ന് കുട്ടികളുടെ മനസ്സിൽ ഓൾറെഡി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. അവരൊരിക്കലും മറ്റുള്ളവരെ ബുള്ളി ചെയ്യില്ല. ബുള്ളി ചെയ്യാന്ന് വെച്ചാൽ മറ്റുള്ളവരെ താഴ്ത്തി പറഞ്ഞ് അവരെ ഉപദ്രവിക്കുക, അതായത് ഗുണ്ടമാതിരി പെരുമാറുക, അങ്ങനത്തെ ഒരു സ്വഭാവം കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ. മോശമായ രീതിയിലുള്ള ബിഹേവിയർ, അതായത് സ്വഭാവം ഒന്നും അവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിക്ഡ് അപ്പ് ലിറ്റർ വെനെവർ ദേ ഫൗണ്ട് ഇറ്റ്. ലിറ്റർ എന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന പ്ലാസ്റ്റിക്കോ പേപ്പർ കഷ്ണങ്ങളോ, അതായത് കച്ചറയൊക്കെ ഇല്ലേ, അപ്പോൾ താഴെ കിടന്നിരുന്ന കച്ചറകളൊക്കെ എവിടെ കണ്ടാലും അവരത് എടുക്കുമായിരുന്നു. ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. അനോയ് ചെയ്യാന്ന് വെച്ചാൽ ഒരാളെ ഉപദ്രവിക്കുക, അവർക്ക് ഒരാളെ ചൊറിയുക നമ്മൾ പറയില്ലേ, വെറുതെ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക.
ഡിസ്റ്റർബ് ചെയ്യാന്ന് ആ ഒരു സ്വഭാവമൊന്നും ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ദ ബിഗ്ഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. പക്ഷേ ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്തായിരുന്നു വെച്ചാൽ ടോട്ടോ ചാൻ ആയിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞ കുട്ടി. ഇൻ ഹർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. ടോട്ടോ ചാൻ്റെ പഴയ സ്കൂളിൽ അവൾ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസീഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തല പുറത്ത്, അതായത് വിൻഡോവിന് പുറത്ത് തലയിട്ടിട്ട് സ്ട്രീറ്റ്സിൽ, അതായത് റോഡിലൊക്കെ പാട്ട് പാടി നടക്കുന്ന ആൾക്കാരോട് ഇവൾ സംസാരിക്കുകയായിരുന്നു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. At Tomoe, from her first day, she was attentive in class and did her lessons properly. പക്ഷേ തോമോയിലെ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ അവൾ ഫസ്റ്റ് ഡേ തൊട്ട് നല്ല അറ്റൻറ്റീവ് ആയിരുന്നു. അറ്റൻറ്റീവ് എന്ന് വെച്ചാൽ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ആൻഡ് ഡിഡ് ഹർ ലെസൺസ് പ്രോപ്പർലി എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ലെസൺസും പാഠങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, കാര്യങ്ങളൊക്കെ ഹോംവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്യാം. നല്ല കുട്ടിയായി മാറിയിട്ടുണ്ടായിരുന്നു ടോട്ടോ ചാൻ. If any of the teachers from her old school saw her now, they would not believe their eyes. ടോട്ടോ ചാൻ്റെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് ഇപ്പോൾ ടോട്ടോ ചാനെ കണ്ടു കഴിഞ്ഞാൽ അവരവരുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന ഈ ഒരു കാഴ്ച വിശ്വസിക്കില്ല. ടോട്ടോ ചാൻ ഇങ്ങനെ മാറി എന്ന കാര്യം അവർ വിശ്വസിക്കില്ലായിരുന്നു. Surely it's not Toto Chan. They would have said it must be somebody else. ഉറപ്പായിട്ടും ഇത് ടോട്ടോ ചാൻ ആയിരിക്കില്ല. അവരതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ഇത് വേറെ ആരുമാണ്. കാരണം ടോട്ടോ ചാൻ ഇങ്ങനെയല്ല, ടോട്ടോ ചാൻ ഇത്ര നല്ല സ്വഭാവമുള്ള കുട്ടിയല്ല. അങ്ങനെയായിരിക്കും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ. At Numazu, they embarked on a ship that was just like what they had all dreamed about. അപ്പോൾ നുമാസു എന്ന സ്ഥലത്തെത്തിയതിന് ശേഷം എംബാർക്ക് ചെയ്യാന്ന് വെച്ചാൽ കയറുക. ദേ എംബാർക്ക്ഡ് ഓൺ എ ഷിപ്പ് എന്ന് വെച്ചാൽ അവർ ഷിപ്പിലോട്ട് കയറി. ദാറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് വാട്ട് ദേ ഹാഡ് ഡ്രീംഡ് അബൌട്ട്. അവർ സ്വപ്നം കണ്ട പോലത്തെ ഒരു ഷിപ്പിലോട്ട് അവർ കയറി. ഇറ്റ് വാസൻറ്റ് എ ബിഗ് ഷിപ്പ്, അതൊരു വലിയ ഷിപ്പായിരുന്നില്ല. ബട്ട് ദേ വെർ ഓൾസോ എക്സൈറ്റഡ് that they inspected every corner of the deck, pulling at and poking their hands into everything. പക്ഷേ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ആവേശത്തിലായിരുന്നു. ദാറ്റ് ദേ ഇൻസ്പെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. അതായത് ഡെക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിൻ്റെ ഈ ഒരു മുകൾ ഭാഗമില്ലേ, ഞാൻ വരക്കുന്ന നോക്കുക, ഇങ്ങനെ മുകളിൽ നോക്കി ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തിന് ഡെക്ക് എന്ന് പറയാം. ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഡെക്കിൻ്റെ ഓരോ മൂലയും ഇവർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പുള്ളിങ് ആൻഡ് പോക്കിങ് അറ്റ് ദേ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. കാണുന്നതൊക്കെ വലിക്കുക, പോക്ക് ചെയ്യാന്ന് വെച്ചാൽ തോണ്ടി നോക്കുക. കൈ എവിടെ എത്തുമോ അവിടെ ഒക്കെ തൊട്ട് നോക്കുക, വലിച്ചു നോക്കുക, തോണ്ടി നോക്കുക. ഇതൊക്കെ അവർ ചെയ്യുമായിരുന്നു ആവേശം കാരണം. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. പക്ഷേ കുറച്ച് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കടൽ കുറച്ച് റഫായി, കടലിന് കുറച്ച് ദേഷ്യം വന്ന പോലെയായി, അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലായി കഴിഞ്ഞു. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പോൾ ചിലവർക്കൊക്കെ കപ്പലിലും തോണിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീ സിക്ക് ആവും അല്ലേ, അതായത് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും വോമിറ്റ് ചെയ്യാൻ തോന്നും, ഛർദ്ദിക്കാൻ തോന്നും, അല്ലെങ്കിൽ തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഓക്കെ. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടോ ചാനും ഒരു അസുഖം അനുഭവപ്പെട്ടു. ആസ് ഡിഡ് സം അതേഴ്സ്. അതുപോലെ തന്നെ മറ്റ് ചില കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു സുഖമില്ലാത്ത പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. When the ship rocked, one of the older boys stood amidship and ran from one side to the other saying, "Oops." അപ്പോൾ when the ship rocked എന്ന് വെച്ചാൽ റോക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. അതായത് നമ്മുടെ ഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിലുണ്ടായതിൽ ഒരു മൂത്ത കുട്ടി ഈ എമിഡ്ഷിപ്പ് എന്ന് വെച്ചാൽ നടുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് അങ്ങ് ഓടി. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഓടിയത്? ഓപ്സ് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് വാസ് സോ ഫണി ദാറ്റ് ദ ചിൽഡ്രൻ കുഡൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഈവൻ ദോ ദേ ഫെൽറ്റ് സോ സീസിക്ക്. അപ്പോൾ ഈ ഒരു കാഴ്ച, ഈ കുട്ടി എണീറ്റ് നൂപ്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ച വളരെ തമാശ ഉള്ളതായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ചിരി നിർത്താൻ പറ്റില്ല. അവർക്ക് ഈ കപ്പലിൽ ഇരുന്ന് കടലിൻ്റെ നടുക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര അസുഖം തോന്നുന്നുണ്ടെങ്കിലും ഈ കുട്ടിയുടെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് അവർക്ക് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെൻ ദേ ഡിസ്എംബാർക്ക്ഡ്. ഇനി ഡിസ്എംബാർക്ക്ഡ് എന്തായിരിക്കും? എംബാർക്ക് എന്ന് വെച്ചാൽ കയറുക എന്നാണെങ്കിൽ ഡിസ്എംബാർക്ക് എന്ന് വെച്ചാൽ എന്താ? ഇറങ്ങുക. അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ ദ ഊപ്സ് ബോയ്, അപ്പോൾ ഈ ഓൾഡർ ബോയ്ക്ക് ഇവർ
പേര് കിട്ടു അല്ലേ, ഊപ്സ് ബോയ് എന്ന പേര് കിട്ടു. began to feel sick just when everyone else had recovered and was feeling fine. അപ്പോൾ എല്ലാവരും ഓക്കെ ആയി വന്നപ്പോൾ, എല്ലാവർക്കും അസുഖമൊക്കെ മാറി ഓക്കെ ആയി വന്നപ്പോൾ നമ്മുടെ ഊപ്സ് ബോയ്ക്ക് എന്താ, അവന് അസുഖം പോലെ തോന്നാൻ തുടങ്ങി. റിക്കവർ ചെയ്യാന്ന് വെച്ചാൽ അസുഖം മാറുക, അതിൽ നിന്ന് അസുഖത്തിൽ നിന്ന് റിക്കവർ ആവുക എന്ന് വെച്ചാൽ മാറി സുഖമാവുക. The spa at Toy was in a quiet, beautiful village on the sea surrounded by wooded hills. അപ്പോൾ ഈ ടോയ് എന്ന സ്ഥലത്തുള്ള ഒരു സ്പാ വളരെ ശാന്തമായ ഭംഗിയുള്ളൊരു ഗ്രാമത്തിലായിരുന്നു. ആ ഗ്രാമം കടലാൽ സറൗണ്ട് ചെയ്യപ്പെട്ടതായിരുന്നു. ചുറ്റും കടലായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ. പിന്നെന്താ, ഈ കടലിന് ചുറ്റും വേറെന്താ ഉള്ളത്, വുഡഡ് ഹിൽസ് എന്ന് വെച്ചാൽ, വുഡഡ് എന്ന് വെച്ചാൽ കാട് പിടിച്ച മലകളും ഉണ്ടായിരുന്നു. After a short rest, the teachers took the children down for a swim in the sea. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവരും ക്ഷീണിച്ചൊരു കുഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ടീച്ചേഴ്സൊക്കെ കുട്ടികളെ കടലിലോട്ട് നീന്താൻ കൊണ്ടുപോയി. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെ ആയിരുന്നില്ല ഈ ഒരു കടൽ. സോ ദേ വോർ ദെയർ സ്വിം സൂട്ട്സ്. അതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ അവരുടെ സ്വിം സൂട്ട്സ്, അതായത് നീന്തുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. ഓക്കെ, പിക്ചറിൽ കാണാം സ്വിം സൂട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ട് ഷോർട്ട്സും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് റെഡിയായിട്ട്. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അപ്പോൾ ഏറ്റവും ഇവർക്ക് പ്രത്യേകതയുള്ളതായിട്ട് തോന്നിയത് എന്താ, ഈ ഹോട്ട് സ്പ്രിങ് ആണ്, ഈ ചൂടുള്ള നീരുറവ് തന്നെയാണ്. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം റെസ്റ്റ് ഓഫ് ദ സീ. അപ്പോൾ ഈ ചൂട് വെള്ളം വരുന്ന ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഒരു വേലിയൊക്കെ കെട്ടി ഇവിടെയാണ് ചൂടുവെള്ളം വരുന്നത് എന്നൊന്നും എഴുതി മാറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കടലിൽ ഒരു ഭാഗത്ത് നല്ല തണുത്ത നോർമൽ വെള്ളമാണ്, പക്ഷെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളമാണ്. എൻക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ചുറ്റും മൂടിക്കെട്ടിയത് ആയിരുന്നില്ല, അങ്ങനെയാണ് കേട്ടോ. ഇഫ് യു ക്രൗച്ച് ഡൗൺ where you were told the hot spring was, the hot water came up to your neck. അപ്പോൾ ക്രൗച്ച് ഡൗൺ എന്ന് വെച്ചാൽ കുനിഞ്ഞിരിക്കുക. അപ്പം ഇവിടെയാണ് ചൂടുള്ള നീരുറവ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം നിങ്ങളുടെ കഴുത്ത് വരെ എത്തുമായിരുന്നു. ഇറ്റ് ഫെൽറ്റ് ലവ്ലി ജസ്റ്റ് ലൈക്ക് ബീങ് ഇൻ എ ഹോട്ട് ബാത്ത്. അപ്പോൾ ഇത് നല്ല സുഖം ഉണ്ടായിരുന്നു, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന പോലെ, ടബിലൊക്കെ ചൂടുവെള്ളം ഇട്ട് കുളിക്കുന്ന ഒരു സുഖമായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് the seashore was so deserted, it was like being on their own private beach. അപ്പോൾ ഈ കടൽ തീരം മുഴുവൻ ഡെസേർട്ടഡ് എന്ന് വെച്ചാൽ, ഡെസേർട്ട് എന്ന് വെച്ചാൽ എന്താ, മരുഭൂമിയിൽ ആരും ഉണ്ടാവില്ലല്ലോ, കാലിയായിരിക്കില്ലേ, അതിനെയാണ് ഈ ഡെസേർട്ടഡ് എന്ന് പറഞ്ഞത്. ഈ കടൽ തീരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. ഈ കുട്ടികൾക്കൊക്കെ അവരുടെ സ്വകാര്യ ബീച്ചിൽ പോയൊരു ഫീലിംഗ് ആയിരുന്നു. വേറെ ആരുമില്ല, ഇവരും ഈ കുട്ടികളും ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. The children reveled in this unusual hot spring sea bathing. അപ്പോൾ ഈ കുട്ടികൾ തുള്ളി മറിയാണ് എന്തിൽ, ഈ ഹോട്ട് സ്പ്രിങ്ങിലല്ലേ. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ റെവൽ ചെയ്യാന്ന് വെച്ചാൽ സന്തോഷം, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ അവർ ആസ്വദിക്കുകയായിരുന്നു ഈ ഒരു ചൂടുള്ള നീരുറവയിൽ. അതായത് കടലിന് നടുക്കുള്ള ഈ ചൂട് വെള്ളത്തിൽ കുളിച്ച് അടിച്ച് തിമിർക്കുകയായിരുന്നു ഈ കുട്ടികളൊക്കെ. When they got back to the house in the evening after staying in the water for so long, their fingers were a mass of wrinkles. അപ്പോൾ ഈ കുറേ നേരം വെള്ളത്തിൽ കളിച്ച് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് അവരവരുടെ വിരലുകൾ നോക്കുമ്പോൾ എന്താ, നമ്മൾ കുറേ നേരം നമ്മുടെ വിരലൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഇങ്ങനെ ചുളിഞ്ഞ് ഇരിക്കുമല്ലേ. കുട്ടികളുടെ കയ്യും എന്തായിരുന്നു, ഒരു മാസ് ഓഫ് റിങ്കിൾസ്, ഒരു ചുളിവുകളുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു അവരുടെ കൈകൾ നോക്കുമ്പോൾ, വിരലുകൾ നോക്കുമ്പോൾ. Each night, once they were tucked into their quilts, the children took turns telling ghost stories. അപ്പോൾ ഓരോ രാത്രിയും ടക്ക് ഇൻ ടു ദെയർ ക്വിൽറ്റ്സ് എന്ന് വെച്ചാൽ, ക്വിൽറ്റ് എന്ന് വെച്ചാൽ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്ലാങ്കറ്റ് പോലെ ഇരിക്കുന്നതാണ്. ടക്ക് ഇൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കിടന്നതിന് ശേഷം നമ്മൾ ബ്ലാങ്കറ്റ് വലിച്ച് നമ്മുടെ മേത്തോട്ട് കൊണ്ടുവരില്ലേ, അതിനാണ് ടക്ക് ഇൻ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ അതിനുശേഷം ഓരോ കുട്ടിയും ഓരോ രാത്രി ഓരോ കുട്ടികൾ പ്രേതകഥകൾ പറയാൻ തുടങ്ങി. Toto Chan and the other first graders got so frightened that they cried. അപ്പോൾ ടോട്ടോ ചാനും അവരുടെ ക്ലാസ്സിലുള്ള മറ്റൊന്നാം ക്ലാസ്സിലെ കുട്ടികളും ഒക്കെ രാത്രി ഈ പ്രേതത്തിൻ്റെ കഥ കേട്ട് പേടിച്ച് കരയുമായിരുന്നു. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. പക്ഷേ ഈ കരഞ്ഞ് കണ്ണീര് വരുന്നതിൻ്റെ ഇടയിലും അവർ ചോദിക്കും, പിന്നെന്താ സംഭവിച്ചേ.
Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അപ്പോൾ ഇവരുടെ സ്കൂളിൽ ക്യാമ്പിങ്ങും ഇവർക്ക് ബ്രേവറി ടെസ്റ്റ് എന്ന് വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 3 ദിവസത്തെ സ്പായിലുള്ള ജീവിതം ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ജീവിതത്തിലുള്ള ഒരു ഓർക്കാൻ പറ്റിയൊരു അനുഭവമായിരുന്നു. There was a forest full of cicadas and a shop where you could buy popsicles. അപ്പോൾ ഒരു കാട് നിറയെ സിക്കാഡ എന്ന് പറയുന്നത് ഞാനിവിടെ പിക്ചർ കൊടുക്കാം. ചീവീടുകൾ നിറഞ്ഞ കാടും പിന്നെന്താ പോപ്സിക്കിൾസ്, നമ്മുടെ ഐസില്ലേ, നമ്മൾ ഗുഡ് ലക്കിൻ്റെ ഒക്കെ ഐസ് വാങ്ങിക്കില്ലേ, അതുപോലത്തെ പോപ്സിക്കിൾ, സിക്കാഡയുടെയും പോപ്സിക്കിളിൻ്റെയും പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒരു കാട് നിറയെ ചീവീടുകളും ഉണ്ട്, നിങ്ങൾക്ക് പോപ്സിക്കിൾസ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കടയൊക്കെ ഉണ്ട്. And they met a man on the beach who was building a big wooden boat all by himself. ഇവർ ഒരു മാനിനെ കാണും, ഒരാളെ കാണും. എന്താണ്, അയാൾ ഒറ്റയ്ക്കൊരു വലിയ മരത്തിനെ കൊണ്ടൊരു ബോട്ട് നിർമ്മിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അപ്പോൾ ഇവർ കാണുമ്പോൾ ഓൾറെഡി ബോട്ടിൻ്റെ ഷേപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ ഓരോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ കുട്ടികൾ ആദ്യം ബീച്ചിലോട്ട് ഓടിപ്പോയി നോക്കുന്നത് ബോട്ടിൻ്റെ നിർമ്മാണം എവിടെ വരെയായി എന്നായിരുന്നു. The man gave Toto Chan a very long and curly wood shaving. അപ്പോൾ വുഡ് ഷേവിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വുഡ് ഇങ്ങനെ ഉരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ സ്പ്രിങ് പോലൊരു സാധനം കിട്ടില്ലേ, ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ടോട്ടോ ചാന് രാവിലെ തന്നെ ഒരു നീളമുള്ള കേളി വുഡ് ഷേവിങ്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൗ അബൌട്ട് എ സുവനീർ ഫോട്ടോഗ്രാഫ്. അപ്പോൾ സുവനീർ എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോയാൽ ആ സ്ഥലത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് പലതും വാങ്ങിക്കും, അല്ലെ അവിടെ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ സുവനീർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൾ ചോദിക്കും ഹൗ അബൌട്ട് എ സുവനീർ ഫോട്ടോഗ്രാഫ്. ആരാ ഇത് ചോദിക്കുന്നത്? ആസ് ദി ഹെഡ് മാസ്റ്റർ വെൻ ദേ വെർ ടു ലീവ്. അപ്പോൾ ഇവർ ഇറങ്ങാൻ നേരം എന്താണ് ചോദിക്കുക, നമുക്ക് ഒരു ഫോട്ടോ എടുത്താലോ, ഒരു സ്മാരകം പോലെ അല്ലേ, ഒരു സുവനീർ നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫ് എടുത്താലോ പോകുന്നതിന് മുമ്പ് എന്ന് ചോദിക്കും. They had never had a photograph taken of all of them together and the children were excited at the idea. ഈ കുട്ടികൾക്കൊന്നും ഒരുമിച്ച് ഇതുവരെ ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷവും ആവേശമൊക്കെ ആയിരുന്നു ഈ ഒരു ഐഡിയ കേട്ടപ്പോൾ. No sooner was the headmaster ready with his camera than someone had gone to the toilet. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ ഫോട്ടോ എടുക്കാൻ ക്യാമറ എടുത്ത് റെഡിയായി വെച്ചപ്പോൾ തന്നെ ഒരാൾ ടോയ്ലറ്റിലോട്ട് പോയി. Then someone else had his gym shoes on the wrong feet. മറ്റൊരാളാണെങ്കിലോ തൻ്റെ ഷൂസ് റൈറ്റ് ലെഫ്റ്റിലും തിരിച്ചായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഹാഡ് ടു ചേഞ്ച് ദം അറൗണ്ട്. എന്നിട്ട് അത് മാറ്റിയിടുമായിരുന്നു. വെൻ ഹി ഫൈനലി സെഡ് ഇസ് എവ്രി വൺ റെഡി. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ 1 or 2 of the children were lying on the ground. 1-2 കുട്ടികൾ നിലത്ത് കിടക്കുകയായിരുന്നു. They had become tired of holding their poses for so long. അപ്പോൾ ഓരോ ആൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ പോസൊക്കെ ചെയ്ത് നിന്നിരുന്ന കുട്ടികൾക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, നിലത്തങ്ങ് കിടന്നു. It was a big problem getting everyone ready for the photograph. ഈ കുട്ടികളൊക്കെ ഈ ഫോട്ടോഗ്രാഫ് എടുക്കാൻ വേണ്ടി ഒരുക്കി നിർത്തുന്നത് വലിയൊരു പണി തന്നെയായിരുന്നു. The whole process took a very long time. ഈ ഒരു ഫോട്ടോ എടുത്ത് തീർക്കാൻ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾ ചിരിക്കുമ്പോൾ മറ്റേ ആൾ ഷൂ മാറ്റുമ്പോൾ മറ്റേ ആൾ ടോയ്ലറ്റിൽ പോകും. ആരും ഒരുമിച്ച് മര്യാദയ്ക്കൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. പക്ഷേ ആ ഒരു ഫോട്ടോ, ആ ഒരു ചിത്രം, നമ്മുടെ കടൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കടലൊക്കെ വന്നിട്ട് ഓരോ കുട്ടിയും തൻ്റെ ഇഷ്ടത്തിന് പോസ് ചെയ്തിട്ട് ഉള്ള ഒരു ചിത്രം became a treasured possession എന്ന് വെച്ചാൽ അവരുടെ കൈവശമുള്ള ഏറ്റവും മൂല്യമുള്ളൊരു സാധനമായി മാറി. One look at it and the memories would flood back. അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ദിവസത്തെ ഓർമ്മകൾ മുഴുവൻ ഇങ്ങനെ അടിച്ച് കയറി വരുമായിരുന്നു അവരുടെ മനസ്സിലോട്ട്. ഫ്ലഡ് ബാക്ക് എന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ തിരമാല പോലെ അടിച്ചേറി വരുമായിരുന്നു. Toto Chan never forgot that first happy summer vacation. Toto Chan തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ആ ഒരു വേനൽക്കാല അവധി ഒരിക്കലും മറക്കില്ലായിരുന്നു. അത് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഏറ്റവും സന്തോഷമുള്ളൊരു വെക്കേഷനായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.